ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1444 ദിവസമായ ഇന്ന് 2025 ഏപ്രിൽ മാസം 28 തിങ്കളാഴ്ച, 1200 ആണ്ട് മേടമാസം 15 ഗുരുവചനങ്ങളിലൂടെ കുടുംബങ്ങളെ നശിപ്പിക്കുന്നതും ധാർമ്മികമായ ജീവിതത്തെ തുലയ്ക്കുന്നതുമായ സമ്പത്തുണ്ടാക്കുന്നത് നല്ലതല്ല. ധാർമ്മികമായി സമ്പാദിക്കുന്ന ധനത്തിനെ നിലനിൽപ്പുള്ളൂ, ആയത് പുണ്യവുമാണ്. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരൽ എന്ന പുസ്തകത്തിൽ തത്വവും അനുഷ്ഠാനവും എന്ന് വിവരിക്കുന്ന 12ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഗുരുവിൻ്റെ തത്വത്തെ അനന്തവിസ്തൃതിയുള്ള ഒരു സാഗരമായി കരുതിയാൽ അതിൻ്റെ തീരത്ത് രൂക്ഷമായ മുഖത്തോടുകൂടി പൊന്തി നിന്നിരുന്ന പാറക്കെട്ടുകളാണ് ദുരാചാര ജടിലമായ യാഥാസ്ഥിതികതയെന്ന് പറയാം. അതിൽ ആഞ്ഞടിച്ച് വിള്ളലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സംഘടനകളെ ഗുരുവിൻ്റെ തത്വസിന്ധുവിൽ നിന്നും ഉയർന്നു വന്ന തിരമാലകളോട് ഉപമിക്കാം. യഥാർത്ഥമായ സംഘടനം സംഭവിച്ചു കൊണ്ടിരുന്നത് ഗുരുവിൻ്റെ തത്വചിന്ത മാനവ സമുദായത്തിൻ്റെ നൈതിക ജീവിതത്തെ സ്പർശിക്കുന്ന മേഖലകളിൽ തന്നെയായിരുന്നു. അതിൻ്റെ അതിർത്തി രേഖകളിൽ പലപ്പോഴും നവോത്ഥാനത്തിൻ്റെ നൂതനാശയങ്ങൾ അണികൾ മുറിച്ചു മുന്നേറുകയും പരാജയപ്പെട്ട് പിൻവാങ്ങുകയും ചെയ്തിരുന്നു. ചരിത്രത്തിൻ്റെതായ ഈ മണ്ഡലത്തിൽ നിർണായകമായ ഘട്ടങ്ങൾ നേതാക്കന്മാരെ സൃഷ്ടിക്കുകയും അവർ അത്യന്താപേക്ഷിതമായി തീരുകയും ചെയ്തിട്ടുണ്ട്. അഭിപ്രായ ഭിന്നതയുടെ ചുഴലിക്കാറ്റിലും പൊടിപടലത്തിലുമാണ് അവരുടെ നേതൃത്വത്തെ നയിക്കേണ്ടിയിരുന്നത്. അവർ മഹായോഗങ്ങളിലും ഒച്ചപ്പാടുണ്ടാക്കുന്ന പ്രക്ഷോഭങ്ങളിലുമാണ് വിശ്വസിച്ചിരുന്നത്. കാര്യം നേടാൻ ആവശ്യമായിരുന്ന ഒത്തുതീർപ്പുകൾക്കും അനുരഞ്ജനങ്ങൾക്കും അവർ തയ്യാറായിരുന്നു. യുവാക്കന്മാർക്ക് പുതിയ ആശയങ്ങളെപ്പറ്റി ഗാഢമായി ചിന്തിക്കുവാൻ ഈ പ്രസ്ഥാനങ്ങൾ അവസരം നൽകുകയാൽ അതിലേക്ക് നിരവധി യുവാക്കൾ കടന്നു വന്നു. അവരെല്ലാം ഗുരുവിൻ്റെ നാമത്തെ തന്നെ എല്ലാ കാര്യത്തിലും ശരണമായി കരുതി. അവരവർക്കാവുന്ന വിധത്തിലും മനസ്സിലായ അളവിലും ഗുരുവിൻ്റെ നൈതികമോ ജ്ഞാനപരമോ ആയ വീക്ഷണങ്ങളെ അവലംബമാക്കി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഗുരു അവരെ പ്രശംസിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ഉപഹസിച്ച് തിരുത്തുകയും ചെയ്യുന്നതിൽ ശ്രദ്ധ വച്ചിരുന്നതിനാൽ കഴിയുന്ന അവസരങ്ങളിലെല്ലാം ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ 1-2 ദിവസമെങ്കിലും കഴിഞ്ഞുകൂടുവാൻ അവരെപ്പോഴും തയ്യാറായിരുന്നു. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരൻ.